രാമന്റെ ജിജ്ഞാസയ്ക്കുള്ളുത്തരമായി മുനി ചൊല്ലിനാനഹല്യ തൻ പൂർവമാം ചരിത്രവും. ബ്രഹ്മാവു പണ്ടു തന്റെ പുത്രിയാമഹല്യയെ സാമോദം ഗൗതമനു നൽകിനാൻ പത്നിയായി. ഗൗതമ മഹാമുനി എത്രയും പ്രസന്നനായി പ്രേയസി അഹല്യ തൻ ഭർതൃശുശ്രൂഷ കാൺകേ. കാലങ്ങൾ കടന്നങ്ങു പോകവേ ഒരു ദിനം കാമപീഡിതനാകും ദേവേന്ദ്രൻ അവിടത്തി. രാത്രി തന്നാലാം യാമമാകും മുമ്പ് ഇന്ദ്രദേവൻ പൂവനെ പോലെ കൂവേ. മുനി പോയി സ്നാനത്തിനായി. അന്നേരം മുനിവേഷധാരിയായുംബർകോനും പ്രാപിച്ചാനകല്യാം സൗന്ദര്യത്തിടമ്പിനെ. സത്വരം വെളിയിൽ വന്നെത്രയും സന്ത്രാസമോട് അപ്പൊഴുതവിടത്തി സർവജ്ഞൻ മുനീന്ദ്രനും. വിഹ്വലൻ വിവസ്ത്രനും അത്യന്തം വിവശനുമാകിയ വാസവനും നമ്രശിരസ്കനായി തന്നുടെ വേഷം പൂണ്ടിട്ടുടജാങ്കണേ നിൽക്കും മ്ലേച്ഛനോടൊടുങ്ങാത്ത രോഷത്തോടോതി മുനി. ചൊല്ലടോ മഹാപാപി, ഏതൊരു കശ്മലൻ നീ, എന്നുടെ രൂപത്തിൽ നീ വന്നിടാനെന്തു കാര്യം? സത്യമല്ലാത്തതെന്തു ചൊന്നാലും നിന്നെ ഇപ്പോൾ കത്തിച്ചു കളയും ഞാൻ എന്നോട് ശക്തിയാലേ. സ്വന്തമാം രൂപം ധരിച്ചോതിനാൻ ഇന്ദ്രനപ്പോൾ, മാമുനെ പൊറുക്കേണമെന്നുടെ കുറ്റമെല്ലാം. ഉൽക്കടരോഷം പൂണ്ടു ശപിച്ചു മുനിയപ്പോൾ, തെറ്റിന്റെ പര്യായമാം പാകശാസനനെയും. നിന്നുടെ തെറ്റിനുള്ള ശിക്ഷയായി ഇന്നു മുതൽ നിന്ദ്യനായി മാറട്ടെ നീ സഹസ്രഭകനായി. ക്രുദ്ധനായി ദേവേന്ദ്രനു ശാപമേകിട്ടു മുനി ബദ്ധരോഷേണയെത്തി സത്വരം അന്തഃപുരേ. അത്യന്തം വിറപൂണ്ടു വിതുമ്പി വിറങ്ങലിച്ച് ഊമയായി നിൽക്കും തന്റെ പത്നിയോട് ഋഷി ചൊല്ലി. ദുർവൃത്തെ ദുരാചാരേ അസതി കുലടേ, നീ ഇത്രമേൽ നികൃഷ്ടയാണെന്നു ഞാൻ നിനച്ചീല. കാമാർത്തയാകും നിന്റെ കൽമഷമൊഴിച്ചിടാൻ അത്യന്തം കഠിനമാം കഷ്ടങ്ങൾ സഹിക്കൂ നീ. പേമാരിയും കൊടും കാറ്റും സൂര്യാതപവുമേറ്റിട്ട് എത്രയെങ്കിലും കാലം ശിലയായി കിടക്കൂ നീ. ദാഹവും പശിയും നീ എത്രയും സഹിക്കണം. മർത്യനായി വിഷ്ണു വന്നു പിറക്കും കാലം വരെ അക്കാലത്തൊരു ദിനം രാമപാദങ്ങൾ നിന്നിൽ സ്പർശിക്കാനിടവരും, ലഭിക്കും പൂർവരൂപം. ഭക്തിയോടനന്തരം സ്തുതിക്കൂ ശ്രീരാമനെ. അപ്പൊഴുതവിടുന്നു ശാപമോക്ഷവുമേകും. ശുദ്ധമാനസയായി എന്നുറപ്പുണ്ടെങ്കിലോ വീത വിഷാദയായിട്ട് എത്തിയിടാം എന്നരികേ. പാറയായി മാറിയല്ലോ പാവമാമഹല്യയും. പാറ പോലുറച്ചൊരു തീഷ്ണമാം ശാപത്തിനാൽ അസ്വസ്ഥമാനസനായി ഗമിച്ചാൻ ഗൗതമനും. ഘോരമാം തപസ്സിനായി ഹിമവത്സാനുവന്നിൽ. അന്നു തൊട്ടിന്നോളവും കാത്തു കാത്തിരിക്കുന്നു രാമന്റെ പാദസ്പർശമേൽക്കുവാൻ അകല്യയും. മാലോകർക്കദൃശ്യമാം ശീലയായി മരുവുന്നു കാലങ്ങളായിവിടെ ഏകാഗ്രചിത്തയായി. ഒട്ടുമേ അമാന്തിക്കാതെ ഗണം ശാപമോക്ഷം
താപസപത്നി ഇപ്പോൾ സംശുദ്ധയായിടണം. ഇவ்விധമുര ചെയ്തു കൗശികൻ ശ്രീരാമന്റെ കൈപിടിച്ചെത്തിയിടിനാൻ അഹല്യാസമക്ഷത്തിൽ. ആശ്രമം തന്നിൽ കൊടും വൈരാഗിയായിരിക്കും അശ്മരൂപത്തെ ചൂണ്ടിച്ചൊല്ലിനാൻ വിശ്വാമിത്രൻ. കല്യാണരൂപനാകും കല്യാണകൃത്തെ ഇപ്പോൾ കല്ലിതിൽ ചവിട്ടേണം കല്യാണം ഭവിക്കുവാൻ. പാലാഴിനാഥൻ തന്റെ പാദാരവിന്ദം മെല്ലെ പാഷാണമതിൽ വച്ചു പാപമോചനത്തിനായി. മായയാലെന്ന പോലെ അങ്കുലീബദ്ധയായ സ്ത്രീരൂപമൊന്നുയർന്നു കാണായി ശിലാസ്ഥലേ. താൻ തന്നെ രാമനെന്നു ചൊല്ലിട്ടു മുകുന്ദനും സാദരം വന്ദിച്ചല്ലോ സാധുവാം അഹല്യേ. എത്രയോ കാലമായിട്ടടഞ്ഞോരു ഈ മകളെ അല്പാൽപ്പം തുറന്നവൾ ദർശിച്ചു ദൈത്യാരിയെ. ശംഖുചക്രവും ഗദാ ശ്രീവത്സധാരിയായി സോദരനോടും മുനി വിശ്വാമിത്രനുമൊപ്പം താപസർ വാനവരും ക്ഷോണീന്ദ്ര പ്രമുഖരുമെന്നുമേ സ്മരിക്കുന്ന പാദാരവിന്ദത്തോടും ഉൾക്കട കാന്തിയോടും തൻ മുന്നിൽ പ്രത്യക്ഷമാം വിഷ്ണു തൻ സ്വരൂപത്തെ സാഷ്ടാംഗം പ്രണമിച്ചാൾ. കണ്ണുകൾക്കമൃതമാം ആ ദിവ്യ കളേബരം കൺകുളിർക്കയും കണ്ട് പൊഴിച്ചാൾ സന്തോഷാശ്രു. സാവല്യം സ്വജീവനു നൽകിയ ശ്രീരാമനെ നിർമ്മല സ്തുതി കൊണ്ടു ശ്ലാഘിച്ചാൾ അഹല്യയും. നമസ്തേ നാരായണ, നമസ്തേ ലോകനാഥ, നമസ്തേ ജലശായി, നമസ്തേ പത്മനാഭ, നമസ്തേ ഋഷികേശ, നമസ്തേ ജഗൽപതി, നമസ്തേ നരകാരേ, നമസ്തേ വനമാലി. സമസ്ത ലോകത്തിനും കാരണഭൂതാനാഥ കമലാപദേ സ്വാമി, കാത്തിടുകെന്നെയും നീ. സമസ്താപരാധവും പൊറുത്തിട്ടടിയനെ ഇനിയും സ്വീകരിക്കാൻ എൻ കാന്തനായിടേണം. എത്രയോ കാലമായിട്ടങ്ങയെ വരവേൽക്കാൻ വ്യഗ്രത പൂണ്ടുവാണു. വിധിയെ പഴിച്ചു ഞാൻ, പാപത്തിൻ കറയൊന്നും എന്നുള്ളിലില്ല. എന്നാകിൽ എത്രയും വേഗമെനിക്കേകണം ശാപമോക്ഷം. വേർപാടിൻ ദുഃഖവുമായി ഏകനായി വസിക്കുന്ന മാമുനി സമക്ഷത്തിലെത്തുവാൻ തിടുക്കമായി. അപ്പോഴും മനമാകെ ഗൗതമ ചിന്തകളാൽ കത്തുന്ന വ്യഥയോടെ നിൽക്കുന്നു സാധ്യവൾ. ഐന്ദ്രജാലികനായ ഇന്ദ്രന്റെ തന്ത്രങ്ങളെ മാമുനി അറിഞ്ഞില്ല. പിന്നല്ലേ പാവമവൾ ശ്രീരാമനകല്യയ്ക്കു നൽകിനാൻ ശാപമോക്ഷം. ഗൗതമാന്തികെ പോകാൻ ഏകിനാൻ അനുജ്ഞയം. സംതൃപ്തിയോടെ ഏവം നീങ്ങിനാൾ അഹല്യയും പ്രാലേയ ശൈലത്തിലേക്ക് അത്യന്തം ഉദ്വേഗത്തിൽ.